Hi friends, B2 Aquafarmന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാന്റ് അക്വേറിയം ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ പ്ലാന്റ് അക്വേറിയം ഉണ്ടല്ലോ, ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തെടുത്തൊരു ടാങ്കാണ്. അതായത് എനിക്കൊരു 160 റുപ്പീസ് മാത്രമേ ഇതിന് ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടാങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പുഴയിൽ നിന്ന് റിവറിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാൻഡ് ലിഫ്റ്റ് ഫുഡൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടാണ്. നമ്മൾ പുഴയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചിലവ് പറഞ്ഞാൽ ഇതിൽ വന്നിട്ടുള്ള സോയിലും പിന്നെ പ്ലാന്റും മാത്രമേ നമുക്ക് ചിലവ് വന്നിട്ടുള്ളൂ. അത് രണ്ടും കൂടി നമുക്ക് 160 റുപ്പീസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ടാങ്കിൻ്റെ എങ്ങനെ അത് സെറ്റ് ചെയ്യണമെന്നുള്ളതൊക്കെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ. വീഡിയോ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഫാമാണ് റൺ ചെയ്യുന്നത്. B2 Aquafarm എന്നാണ് നമ്മുടെ ഫാമിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റി ഫിഷുകളൊക്കെ അവൈലബിൾ ഉണ്ട്. ആവശ്യക്കാരൻ്റെ നമ്മൾ വാട്സപ്പ് നമ്പറൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, B2 Aquafarm എന്ന് അടിച്ചാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിൽ മെസ്സേജ് അയച്ചാലും മതി. അവൈലബിൾ ആയിട്ടുള്ള ഫിഷുകൾ നമ്മൾ അതിൻ്റെ കാറ്റലോഗ് വിട്ടുതരും. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ കൊറിയർ സർവീസാണ് ചെയ്യുന്നത്. പ്രൊഫഷണൽ കൊറിയറാണ് ചെയ്യുന്നത്. നമ്മൾ വന്ന് കളക്ട് ചെയ്യുന്ന സെറ്റപ്പ് ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ കൊറിയറാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യക്കാരനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ വീട്ടിൽ നമ്മൾ പ്രൊഫഷണൽ കൊറിയർ ആയിട്ട് നിങ്ങൾ അടുത്തുള്ള പ്രൊഫഷണൽ കൊറിയറിൽ എത്തിച്ചേരും കേട്ടോ. സോ ഗൈസ്, നമ്മൾ പ്ലാന്റഡ് അക്വേറിയം ചെയ്യാൻ പോകുന്ന ടാങ്ക് ഇതാണ്. 2.5 ടാങ്കാണ് കേട്ടോ. ഈ ടാങ്കിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ടാങ്കാണ്, സെക്കൻഡ് ടാങ്കാണ്. ഇതിന് മുമ്പ് നമ്മൾ ഏഞ്ചൽ ഫിഷിനെ കീപ്പ് ചെയ്തിരുന്ന ടാങ്ക് തന്നെയാണ്. അപ്പോൾ ആ ടാങ്ക് നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ പുഴയിൽ നിന്ന് കിട്ടുന്ന സാൻഡാണ്. ആ സാൻഡ് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള സാൻഡാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ അടിയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് പിന്നെ കുറച്ച് സോയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ സാൻഡ് ഫുള്ള് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് പ്ലാന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനിടാം. അപ്പോൾ നമുക്ക് ആദ്യം സാൻഡ് ഫുള്ളായിട്ട് ആഡ് ചെയ്യാം. ടാങ്കിൽ ഫുള്ള് നമ്മൾ സാൻഡൊക്കെ അടിഭാഗത്ത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഒരു 2 ഇഞ്ച് കനത്തിലിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ 1 ഇഞ്ച് കനത്തിലും ബാക്കിൽ 3 ഇഞ്ച് കനത്തിലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. മിഡിൽ 2 ഇഞ്ചും. പിന്നെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഡ്രിഫ്റ്റ് ഫുഡ് ഇതാണ് കേട്ടോ. ഡ്രിഫ്റ്റ് ഫുഡ്, സ്റ്റോണൊക്കെ ഇതൊക്കെ നമുക്ക് നമ്മളെ പുഴയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ സ്റ്റോൺ ചെയ്യണം. സ്റ്റോൺ വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ ഡ്രിഫ്റ്റ് ഫുഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ അടുത്ത് ഇവിടെ ഒരു വാട്ടർഫോളിൽ പോയപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത സ്റ്റോണാട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രിഫ്റ്റ് ഫുഡ്. 2 ഡ്രിഫ്റ്റ് ഫുഡ് ഉണ്ട്. ഇതിപ്പോൾ നമ്മളെ പുഴയിൽ നിന്ന് എടുത്തിട്ട് ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിത് ചുടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ല തിളപ്പിച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തേട്ടാ. അപ്പോഴേ നമുക്ക് ഇത് വെള്ളത്തിൽ താഴ്ന്ന് നിൽക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഡ്രിഫ്റ്റ് ഫുഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെച്ചു പലവട്ടം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീസെറ്റ് ചെയ്തിട്ടാ. ഓരോ ആംഗിളിൽ വെച്ച് നോക്കിയിട്ട് നമുക്കത് സെറ്റാവുന്നില്ലാതാകുമ്പോൾ പിന്നെ നമ്മൾ ലാസ്റ്റ് വേറൊരു ആംഗിൾ അങ്ങനെ ചെയ്ത് സെറ്റാക്കി എടുത്താണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു ഷേപ്പിലല്ല ഞാൻ വെക്കുന്നത്. കാരണം ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോഴുള്ള വോയിസ് അല്ല, പിന്നെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം സെറ്റ് ചെയ്തതിന് ഇതുപോലെ തന്നെ, പിന്നെ അതിന് ശേഷം നമ്മൾ മാറ്റി ചെയ്തിട്ടത്. മാറ്റി ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കോസോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ അക്കോസോയിൽ യൂസ് ചെയ്യുന്നുണ്ട്. 1/2 കിലോ ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് 3 ഇഞ്ച് സാൻഡിന് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അക്കോസോയിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ലൈറ്റ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. നമ്മളിവിടെ അടുത്തുള്ള PVC പൈപ്പിലൊക്കെ സെറ്റ് ചെയ്ത് ടാഗ് ഇട്ട് സെറ്റ് ചെയ്ത ട്യൂബാണ്, സാധാ ട്യൂബാണ്, അല്ലാണ്ട് അക്വേറിയം ലൈറ്റൊന്നുമില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാന്റ് ഇതാണ്. പ്ലാന്റിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാനിത് പ്ലാന്റഡ് അക്വേറിയം ചെയ്തുള്ള അത്ര എക്സ്പേർട്ടൊന്നുമില്ല. ഇത് നമ്മളൊരു ഐഡിയക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന ഫുള്ള് ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ മുമ്പ് ഒരു പ്ലാന്റഡ് അക്വേറിയം ചെയ്തിരുന്നു, ഒരു ബേസനിൽ അക്വേറിയം ചെയ്തിരുന്നു. കുറച്ച് പ്ലാന്റ് കോംബോയിൽ വാങ്ങിയിട്ട് അതിൻ്റെ കുറച്ച് പീസുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം.
ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പ്ലാന്റുകളാട്ടെ നമ്മൾ മുമ്പ് കൊറിയർ വരുത്തിയിട്ട് സാധനം ഇപ്പോൾ നമ്മളെടുത്ത് അത്യാവശ്യം ആയപ്പോൾ അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസുകളാണ് ഇപ്പോൾ ഈ ഒരു ടാങ്കിൽ ആഡ് ചെയ്യുന്നത്. ഇത് കൂടുതലൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഒരു 10 പീസ് ഏഞ്ചൽ ഫിഷിന് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കൂടുതൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ സ്വിം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ കുറച്ച് പ്ലാന്റ് ആഡ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ മെയിനായിട്ട് പ്ലാന്റ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് പ്ലാന്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഡ്രിഫ്റ്റ് ഫുഡൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തപ്പോൾ നല്ല വ്യൂ കേട്ടോ. ഇപ്പോൾ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യണം. വെള്ളം ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വെള്ളത്തിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ചെറിയൊരു വെള്ളത്തിൽ ചെറിയൊരു റെഡിഷ് കളർ ചെറുങ്ങനെ വരുന്നുണ്ട്. നമ്മളെ കിണറ്റിൽ വെള്ളം കുറഞ്ഞാലുള്ളൊരു ഇഷ്യൂ ആണത്. അപ്പോൾ നമ്മളതിന് പരിഹാരമായിട്ട് നമ്മളൊരു ഇതിൽ ഒരു ചെറിയൊരു നെറ്റിലെടുത്തിട്ട് അതിൽ നമ്മൾ ഈ ഫിൽറ്ററിൻ്റെ സ്പോഞ്ച് ഉണ്ടല്ലോ അത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വെള്ളം ഫില്ല് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്പോഞ്ച് ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും വെള്ളം ഒരു ഫോഗി ടൈപ്പാണ്. അപ്പോൾ അതിൽ ചെറിയ കരടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ pH ഒക്കെ ലെവലാട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. pH ഒക്കെ പക്കാ ക്ലിയറാണ്. അപ്പോൾ നമ്മൾ ഈ സ്പോഞ്ച് ഫിൽറ്റർ ചെയ്ത് വെള്ളം ഒന്ന് ക്ലിയർ ആയതിൻ്റെ ശേഷം നിങ്ങൾക്ക് കാണിക്കുക എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ട് എന്നുള്ളതൊക്കെ. സോ ഗൈസ് നമ്മൾ വെള്ളമൊക്കെ നിറച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നമ്മുടെ ടാങ്കൊക്കെ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. നല്ല പക്കായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ടാങ്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യണം അങ്ങനെ ഒരു പ്ലാന്റ് ഡെക്കോറി. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഡെക്കോറിയത്തിൻ്റെ സെറ്റിങ്സൊക്കെ പറഞ്ഞാൽ ഇത്രത്തോളം തന്നെ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ തൽക്കാലം 2 സ്പോഞ്ച് ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു സ്പോഞ്ച് ഫിൽറ്റർ ഇതിൽ വെക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നിലവിൽ നമ്മളെ ടാങ്കിൻ്റെ അവസ്ഥ ഇപ്പോൾ 3ാമത്തെ ദിവസമാട്ടോ നമ്മളെ ടാങ്ക് ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെ ഫിഷിനെ ആഡ് ചെയ്യണം. അപ്പോൾ ഫിഷിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് ലേറ്റർ ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിഷിനെ ആഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ വേറെ തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. Thank you for watching guys.